ആർ ശിവശങ്കർ, ഇന്ന് ബി.ജെ.പി സഭയിലുണ്ടായ സംഭവങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരാണ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത്? ആരുടെ നിലവാരമാണ് തകർന്നത്? സ്മൃതി, ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഏത് സമ്മേളനങ്ങളായാലും, ഇത്തരം നിയമസഭാ സമ്മേളനങ്ങളായാലും പാർലമെൻറ്റ് സമ്മേളനങ്ങളായാലും, പലരും ഈ സമ്മേളനങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുവാൻ കിട്ടിയ ഒരു സാധ്യത അത് ഒഴിവാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒളിച്ചോടിയത് തീർച്ചയായും പ്രതിപക്ഷത്തിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരു കാരണവശാലും ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് അവർക്കല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം. അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന് അവർ പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്നു. രണ്ട്, ആ ചർച്ച നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പ്രതിപക്ഷം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വികൃതമായേനെ അവരുടെ മുഖം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായ പഴയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ചർച്ച നടക്കുമ്പോൾ ജലീൽ എഴുന്നേറ്റിട്ട് അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം പറയുവാണെങ്കിൽ, ഒരു മതപുരോഹിതൻ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് നടത്തി, അതില്ല എങ്കിൽ ഞാൻ തെളിവ് തരാം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുടെ മുഖം ഒടിഞ്ഞു പോയേനെ. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു പക്ഷേ ഒരേപോലെ രക്ഷപ്പെടുവാനായി ശ്രമിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്നുള്ളത് കൊണ്ടാകാം ഈ ചർച്ചയിൽ നിന്ന് അവർ ഒളിച്ചോടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതുകൊണ്ട് CPM ഓ കോൺഗ്രസ്സോ, നമുക്കറിയാം പാർലമെൻറ്റിലെല്ലാം PM പ്രസംഗിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ എങ്ങനെയാണ് പ്രസംഗം തീരുന്നതുവരെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എതിർത്തതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിലും കൂടുതൽ ചിരി വന്നത് ചിത്തരഞ്ജൻ പറഞ്ഞ് കേട്ടിട്ടാണ്. കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അവിടെ കോപ്രായം കാണിച്ചത് ശിവൻകുട്ടിയല്ലേ, ചിത്തരഞ്ജൻ. ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ശിവൻകുട്ടി എങ്ങനെയാണ് കൈയൊക്കെ വിറച്ചുകൊണ്ട് വരുന്നത്? അദ്ദേഹത്തിൻ്റെ മുൻ നടപടികളൊക്കെ അറിയാം. മുഖ്യമന്ത്രി വളരെ സുഖമായി പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് കോപ്രായം അദ്ദേഹം കാണിക്കാൻ പോണേ? ആ പ്രായം കൊണ്ട്, ആ ആരോഗ്യം കൊണ്ട് നമുക്കറിയാം അവിടെ എന്താ പിന്നെ സംഭവിക്കാമെന്ന്. പിന്നെ വീണ്ടും ആംബുലൻസ് വരും, സൈറനടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടി വരും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് ആരാണ് അതിന് സാധ്യത കൊടുക്കുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ പ്രശ്നങ്ങളെ, ചോദ്യങ്ങളെ നേരിടുവാൻ കഴിയാത്ത പ്രതിപക്ഷവും, അല്ലെങ്കിൽ ഇത്തരം പ്രതിപക്ഷങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് വിശ്വസിക്കുന്ന, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം തട്ടിപ്പുകളാണ്, അല്ലെങ്കിൽ ഇത്തരം മൂവ്മെൻറ്റ്സ് ആണ് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടവുമാണ്. അതല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് ഉത്തരം നൽകുവാനും, അല്ലെങ്കിൽ അതിനെ ഭരണപക്ഷത്തെ കൗണ്ടർ ചെയ്യുവാനുമുള്ള ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് ഇന്ന് പ്രതിപക്ഷ നേതാവിന് ഇല്ലാതായി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പീക്കറൊക്കെ പറഞ്ഞതുപോലെ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ അംഗീകാരമില്ലാതെ മറ്റു പലർക്കും മറ്റു പല ആംഗ്യങ്ങളും പല രീതികളും കാണിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു ഫ്ലോർ മാനേജ്മെൻ്റ് ഇല്ല, ഒരു എന്താ പറയുക, ഒരു പ്ലാനിങ് ഇല്ലാണ്ട്, ഒരു ഹോംവർക്ക് ഇല്ലാണ്ട് പ്രതിപക്ഷം വന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? സ്പീക്കർ ആദ്യമായിട്ടല്ലല്ലോ ഇത്തരത്തിലുള്ള വിവേചനം കാണിക്കുന്നത്. ആദ്യമായിട്ടാണോ? ഇതിന് മുമ്പുള്ള സ്പീക്കറായാലും ഈ സ്പീക്കറായാലും CPMൻ്റെ പല കാലഘട്ടത്തിലുള്ള സ്പീക്കറായാലും ഇത്തരത്തിലുള്ള വിവേചനം കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചപ്പോഴെല്ലാം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും നേരിട്ടത് എങ്ങനെയാണെന്ന് സതീശനൊന്ന് പഠിക്കട്ടെ. അത് ഒരു വിവേചനം വരുമ്പോൾ ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബഹളമുണ്ടാക്കുകയോ ആണോ ഈ ആധുനിക കാലത്തിലെ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത്? അതാണോ ഈ കേരളത്തിലെ ഒരു പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത്? എത്ര മോശമായിട്ടാണ് എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഏത് വിഷയത്തിലായാലും, ഇന്ന് ഏത് വിഷയത്തിലാണ് ഈ CPMൻ്റെ ഈ ഭരണകൂടത്തെ, പിണറായി വിജയനെ തകർക്കുവാൻ പറ്റാത്ത, ചോദ്യങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു MLA ഉണ്ടോ? ഈ പ്രതിപക്ഷത്തിന് വേണ്ട കേരളത്തിലെ സാധാരണ പത്രം വായിക്കുന്ന, ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ഏതൊരു മനുഷ്യനും ഈ ഭരണകൂടത്തെ തകർക്കുവാൻ പറ്റുന്ന ചോദ്യശരങ്ങളുണ്ടല്ലോ. അതൊന്നും ചോദിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനെ ഒന്നും മുന്നിൽ കാണാതെ ഏത് കാലഘട്ടത്തിലും CPMനെ അനുകൂലിക്കുകയാണ്. ഇവരൊക്കെ ചെങ്കന്മാരാണല്ലോ. ഈ കേരളം വിട്ടാൽ ഇവരൊറ്റ ചെങ്ങാതിമാരാണല്ലോ. അതുകൊണ്ട് സംസ്ഥാനത്ത് ലാവ്ലിൻ വിഷയം തൊട്ട് എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ കേസുകൾ നടത്തിയപ്പോഴും രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPMനെ എപ്പോഴെങ്കിലും
ആരെയെങ്കിലും രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ നടപടിയല്ല. കോൺഗ്രസിനെ ബിജെപിയുമായുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നത്. അവിശുദ്ധ ബന്ധം നിങ്ങൾക്കിടയിലാണെന്നുള്ളതാണ് ആരോപണം. സ്മൃതി, ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ ഇവരെന്തിനാ ഈ നാഷണൽ ലെവലിൽ ഈ പിണറായി വിജയനെ ദ വോയിസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്ത് കാണിച്ച് വിളിച്ചു പറഞ്ഞാൽ പോരെ ഇയാളെ പുറത്താക്കുക ഇന്ത്യ മുന്നണിയിൽ അടുപ്പിക്കാണ്ടിരുന്നാൽ പോരെ? അവിടെ AICC ഓഫീസ് തുറന്നു കൊടുക്കുന്നത് ഇത്രയും നാൾ മുമ്പ് മരിച്ചുപോയ ബഹുമാനപ്പെട്ട യെച്ചൂരി ആയിരുന്നില്ലേ? പാർട്ടി സെക്രട്ടറി പണി തന്നെ AICC ഓഫീസിൽ ഇരുന്ന് അവിടെ തേപ്പും കുഴപ്പമായിരുന്നില്ലേ? ഇതൊന്നും പറയണ്ട. എന്നിട്ട് പറയുകയാണ് കാപട്യത്തിൻ്റെ മൂർത്തിരൂപം എന്ന് വിളിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി, ഞങ്ങൾക്ക് ഭയങ്കര ശക്തമായ എതിർപ്പുണ്ടെന്ന്. CM-ന്റെ ഭാഷയിൽ നിന്ന് ഏറ്റവും മാന്യമായ വാക്കാണ്. അദ്ദേഹത്തിൻ്റെ പല ഭാഷാ നിഘണ്ടുവൊക്കെ കണ്ടറിയാം. എന്നിട്ട് കാപട്യത്തിൻ്റെ മൂർത്തിരൂപം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷയോ അത്തരം പ്രയോഗങ്ങളോ ഒന്നുമല്ല ഇവരെ പേടിപ്പിക്കുന്നത്. CPM-ന്റെ കയ്യിൽ, പിണറായി വിജയൻ്റെ കയ്യിൽ, ഈ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ പറയാവുന്ന ധാരാളം തെളിവുകളുണ്ട്. ഈ ചർച്ച വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ ജലീലടക്കം പറഞ്ഞ പല കാര്യങ്ങളിലേക്ക് പോകും എന്ന് ഭയന്നത് കൊണ്ടാണ് ഓടിപ്പോയത്. ഒരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ അല്ല ഒരൊറ്റ കാര്യം കൂടി, ഞാൻ എനിക്ക് ആകെ 8 മിനിറ്റ്, ഒറ്റ കാര്യം കൂടി. നിങ്ങൾ നിരന്തരം പറയുന്നുണ്ടല്ലോ RSS-ഉമായി ചർച്ച ചെയ്ത്, എന്തുകൊണ്ടാണ് സ്മൃതി ചോദിച്ചതെന്ന് മനസ്സിലായില്ല, വിട്ടുകളഞ്ഞതെന്ന് മനസ്സിലായില്ല. RSS-ഉമായി സംസാരിച്ചത് കൊണ്ടാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവിടുത്തെ DGP-യെ മാറ്റിയതെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, RSS-ഉമായി സംസാരിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിലുണ്ടോ? നിങ്ങൾ ഇറക്കിയ ഉത്തരവിലുണ്ടോ? DGP-ക്കെതിരെ ഇറക്കിയ ഉത്തരവില് RSS ഒരു മിനിറ്റ് അല്ല പറയട്ടെ, RSS-ഉമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ DGP കാര്യങ്ങൾ മൊഴിയെടുത്തിരുന്നല്ലോ. ADGP-യുടെ ആ മൊഴിയെടുക്കലിൽ അദ്ദേഹം വിശദീകരിച്ചു. ആ വിശദീകരണം തൃപ്തികരമല്ല, ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ആ ഉത്തരവിലില്ല. അത് ശരിയാണ് താങ്കൾ പറയുന്നത്, ആ ഉത്തരവിലില്ല. ഒന്ന്, ഉത്തരവിലുമില്ല, റിപ്പോർട്ടിലുമില്ല. ഒന്ന്. രണ്ട്, അത് വിടും, മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനമെടുത്തു. മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നിശ്ചയിക്കുകയാണോ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തവരോട് ആ ഭരണകൂടത്തിലെ ഏതെങ്കിലും IPS IAS ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തെറിപ്പിക്കും, അത് പാടില്ല എന്ന് ഞങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ നിശ്ചയിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? രാഷ്ട്രീയമായി തൊട്ടുകൂടായ്മല്ലേ നിങ്ങൾ അതിനെ വളർത്തിക്കൊണ്ട് ഭരണപരമായ ചുമതലയില്ലാത്തവരെ പോയി കാണുന്നതിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ചിലപ്പോൾ. ഞാൻ നക്സൽ മാവോയിസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കാറില്ലേ? എത്ര തവണ സർക്കാർ സംസാരിച്ചിട്ടുണ്ട് മാവോയിസ്റ്റുകളുമായിട്ട് പോലും? സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചാലും ചർച്ച നടത്തിയിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന്. ഇത് സംസാരിച്ചെന്ന് പറയണ്ടേ? അതാ ഞാൻ പറയുന്നത്. അത് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അറിയാമോ? ADGP DGP-യോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയുന്നത് സംസാരിച്ചത് തെറ്റ് എന്നല്ലേ? അവിടെയാണ് തെറ്റ്. സംസാരിച്ചത് എന്തൊക്കെ തൃപ്തികരമല്ല എന്ന് നിങ്ങൾ കണ്ട റിപ്പോർട്ടിലുണ്ടോ? തൃപ്തികരമാണോ എന്നുള്ളത് DGP-യാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷെ ചർച്ച പോകുന്നത് RSS-ഉമായി ചർച്ച ചെയ്താൽ, സംസാരിച്ചാൽ അതെന്തോ വലിയ പാതകമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള മാധ്യമ ചർച്ചകളും രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരം ഒരു പ്രയോഗങ്ങളും ഞങ്ങളും കൂടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പല സംസ്ഥാനത്തും CPI-യുടെയും മുസ്ലിങ്ങളുടെയും നേതാക്കൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. മറ്റു പല സംസ്ഥാനത്തിലും RSS നിലപാടുമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇടത് നിലപാടാണ്. താങ്കൾ ചോദിച്ചാൽ നിയമപരമായും സാങ്കേതികപരമായും തടസ്സമില്ല. അങ്ങനെ നിലപാട് വെച്ചാൽ സാങ്കേതികമായി തടസ്സമില്ല. താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായ തടസ്സങ്ങളുണ്ടല്ലോ. ചിത്രഞ്ജന്റെ പാർട്ടിക്കാർക്കൊന്നും അല്ല, അങ്ങനെ ഞങ്ങളും കൂടെ വെച്ച ചിത്രഞ്ജന്റെ പാർട്ടിക്കൊന്നും നിയമസഭയുടെ പരിധിവരത്ത് കൂടെ പോകാൻ പറ്റില്ല പല സംസ്ഥാനത്തും. എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് രാഷ്ട്രീയ അയിത്തമാണ്, അത് ശരിയല്ല. അതിന്റെ അർത്ഥം എന്താ മനസ്സിലായില്ല? രാഷ്ട്രീയക്കാരെ കാണാൻ പാടില്ല. ഞങ്ങളുടെ വിശദീകരിച്ചിട്ട് പോകും. ഒരു കുഴിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ തന്നെ നിൽക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും CPI-യുടെയും നേതാക്കൾക്ക് ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി മറ്റു പല സംസ്ഥാനത്തും മിണ്ടാൻ പോലും പറ്റില്ല. ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിയമനം എടുത്താൽ അത് ശരിയല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ 3 പ്രാവശ്യം കഴിഞ്ഞ 3 ദിവസമായിട്ട് എല്ലാ ചാനലും ഇത് തന്നെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമാണ്.
നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ 3 ദിവസമായിട്ട് ഇത് തന്നെ പറയുന്നത്, 3 ചാനലിൽ ഇത് തന്നെ പറയുന്നത്. ഞങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുമായി ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് നിശ്ചയിച്ചാൽ ഈ ചിത്തരഞ്ജൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾക്ക് ഞങ്ങളുടെ നിയമസഭയുടെ അടുത്ത് കൂടെ പോകാൻ പോലും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞത്. ഒരു സംശയവുമില്ല. അപ്പം രാഷ്ട്രീയമായ നിലപാട് ശരിയല്ല. രാഷ്ട്രീയമായി ഉദ്യോഗസ്ഥർക്ക് മറ്റു പല രീതിയിലും ചർച്ച ചെയ്യേണ്ടി വരും. അത് ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തെ മറിച്ചിടാൻ മാത്രമാണെന്ന് ഭയക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയമായി മാധ്യമങ്ങളുടെ ഭീരുത്വമാണ്. ഒരു മറുവാദവുമില്ല. നിങ്ങൾ രാഷ്ട്രീയ ബ്രാഹ്മണന്മാർ നിങ്ങൾ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നവരോട് മാത്രം സംസാരിക്കുവാൻ വിധിക്കപ്പെട്ട ബലിയാടുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ജയകുമാർ തന്നെ പറയുന്നു IAS IPS ഉദ്യോഗസ്ഥരൊക്കെ RSSന്റെ പ്രമുഖ നേതാക്കളെ പോയി കാണാറുണ്ട്. എന്തിനാണ്? അവരുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക്. അപ്പോൾ അല്ലല്ല, സർക്കാരിൽ ഉദ്യോഗസ്ഥരെ സ്ഥാനക്കയറ്റം ഒക്കെ നിശ്ചയിക്കുന്ന RSS നേതാക്കളാണോ? അങ്ങനെയാണോ അതിന്റെ ഒരു രീതി? ഞാൻ ആൾക്കാരുടെ ലിസ്റ്റ് തരാം. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് UDF ഉണ്ടായിരുന്നപ്പോൾ വന്ന IASകാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെ അടക്കം അന്നെങ്ങനെ ഞങ്ങൾ സ്ഥാനക്കയറ്റം കൊടുക്കണേ? എത്ര വർഷങ്ങളായി, അവർക്കൊന്നും സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചരിത്രം KC ജോസഫ് അടക്കം ജയകുമാർ പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ജയകുമാറിന്റെ ഫേസ്ബുക്ക് എടുത്ത് വായിച്ചു നോക്കൂ. സ്ഥാനക്കയറ്റം കിട്ടാനെന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ ജയകുമാറിന്റെ? സ്മൃതി ഒന്ന് വായിച്ചു. ഇല്ല, ഒരു ബൈറ്റും ഇല്ല. ജയകുമാർ 2 ഫേസ്ബുക്കാണ് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളത്. എന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം വരുന്ന പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഉദ്യോഗസ്ഥർ എന്തിനാണ് RSS നേതാക്കളെ കാണുന്നത്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് തന്നെ പറയുന്നു. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അല്ലല്ല, ജോലിയുമായി ബന്ധപ്പെട്ട RSS ആണ് തീരുമാനം എടുക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം തന്നെയാണ്. ജോലിയുമായി മനസ്സിലാകും. അതാ സ്മൃതിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സ്ഥാനക്കയറ്റവും ജോലിക്കയറ്റവും ഒന്നും RSSന്റെ ജോലിയല്ല. ജയകുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉറപ്പാണ്. താങ്കൾ അത് കാണിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ തെറ്റ് തിരുത്തി. ശരി, ഞാനത് നോക്കട്ടെ, അത് കിട്ടുമെന്ന്. Debate with Smriti Parithikar.